Hello guys, welcome back. അപ്പോൾ നമ്മുടെ ചാനലിന്റെ മൂന്നാമത്തെ ലോങ് വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ ലോങ് വീഡിയോയ്ക്ക് ശേഷം ഞാൻ പോൾ ഇട്ട സമയത്ത് എല്ലാവർക്കും കവായ് ഫോൾഡിംഗ് നോട്ട്ബുക്ക് മതി. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നോട്ട്ബുക്ക് ആണ്. വളരെ ക്യൂട്ട് ആണ്, വളരെ ഈസിയാണ്. നമുക്ക് ആകെ ഒരു ചാർട്ടിന്റെ പീസും കുറച്ച് A4 ഷീറ്റും മതി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ ചെയ്തെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതിന്റെ തലേ ദിവസം തന്നെ ഏത് പാറ്റേൺ വേണം, എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ഒന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിൻട്രസ്റ്റിലൊക്കെ നോക്കിയ സമയത്ത് നല്ല കുറേ പാറ്റേൺസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാറ്റേൺസ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് ഞാൻ തന്നെ എങ്ങനെ വേണം എന്നുള്ളതൊക്കെ ഒന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ മെഷർമെൻ്റ് ഒക്കെ ഒന്ന് തെറ്റിപ്പോയിരിക്കാൻ വേണ്ടി എഴുതി വെക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ക്ലാരിഫൈ ചെയ്ത് പോവാം. നമുക്ക് പുറമേ ചാർട്ട് എടുക്കുന്ന സമയത്ത് 40 × 12 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു പച്ച കളർ ചാർട്ട് എടുത്തിട്ടുള്ളത്. ഇഷ്ടമുള്ള ചാർട്ട് എടുക്കുക. പിന്നെ നമുക്ക് ഈ ലെങ്ത് വൈസ് ഒരു 40 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. അടുത്ത നമുക്ക് ബ്രെഡ്ത്ത് വൈസ് മാർക്ക് ചെയ്യാനായിട്ട് 12 സെൻറ്റിമീറ്റർ ആണ് മാർക്ക് ചെയ്യണത്. പിന്നെ നമുക്ക് ഈ വളഞ്ഞു പോകാതിരിക്കാനായിട്ട് നമുക്കൊരു ഹാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടറ്റത്ത് മാർക്ക് ചെയ്യുന്നതിന് പകരം ഇടയിലും പോയിൻറ്റ്സ് ഓരോന്ന് മാർക്ക് ചെയ്ത് ആ ഓരോ പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ കിട്ടും. പിന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് മെഷർമെൻറ്റ് അനുസരിച്ച് ഇതുപോലെ എങ്ങനെ ഫോൾഡ് വരണം എന്നുള്ളതൊന്ന് ഡിസൈഡ് ചെയ്ത് മടക്കുക എന്നുള്ള പരിപാടിയാണ്. ഞാനിപ്പോൾ തന്നെ ജസ്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെ പോയിൻ്റ് മാർക്ക് ചെയ്ത് ആ ഓരോ പോയിന്റിൽ നമുക്ക് എവിടെയാണോ പോയിന്റ് വരുന്നത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രീസ് ചെയ്ത് കൊടുക്കണം. ഇത് മടക്കിയതിന് ശേഷം ഞാൻ എവിടെയൊക്കെ എത്ര മെഷർമെൻറ്റ് എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെഷർമെൻറ്റ്. നമുക്ക് എവിടെയാണോ ലൈൻ വരുന്നത് അതൊന്ന് മടക്കി കൊടുക്കുക. തലേ ദിവസം തന്നെ ഞാൻ ഏത് ഷെയ്ഡ് വേണം എന്നുള്ളതൊക്കെ ഒന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഈ ഒരു കളറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രിപ്പറേഷൻ ചെയ്ത് കളറടിച്ച് ഫുള്ളി സ്കെച്ച് തീർന്നു പോയി. അപ്പോൾ ഞാൻ ഏകദേശം ആ ഒരു ഷെയ്ഡ് സാമ്യം വരുന്ന ഒരു ഷെയ്ഡും കൂടെയാണ് ഇന്ന് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ നമ്മുടെ ചാർട്ട് പേപ്പർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ നോട്ട്ബുക്ക് സെറ്റപ്പ് ആവണത്. ഇനി നമുക്കിത് ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനൊരു ഗിങ്കം പ്രിൻ്റ് പോലെയാണ് നോക്കിയിട്ടുള്ളത്. തിക്കായിട്ടുള്ള പോർഷൻ വെച്ചിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ലെങ്ത് വൈസും ബ്രെഡ്ത്ത് വൈസും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെക്കായിട്ടുള്ള ഒരു ഡിസൈൻ കിട്ടും. പിന്നെ ഉള്ളിൽ നിങ്ങൾക്ക് ആക്ച്വലി എന്തെങ്കിലും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു ഭംഗിക്ക് ഇതുപോലെ വരയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് സ്ക്വയർ ആയിട്ട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ഇനി വരച്ച് സ്കെച്ച് തീരുമോ പറഞ്ഞിട്ട് യെല്ലോ കളർ കൊണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ നോട്ട് പാഡ് ഉണ്ടാക്കാം. എന്തായാലും എല്ലാം ഈ ഒരു ദിവസം തന്നെ തീരില്ല എന്നുകൊണ്ട് ഞാൻ തലേ ദിവസം തന്നെ കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് ഈ ഒരു ക്ലൗഡ് നോട്ട് പാഡ് ഉണ്ടാക്കാനായിട്ട് A4 ഷീറ്റ് എടുക്കുക. അത് കുറച്ച് ഭാഗമായിട്ട് ഇങ്ങനെ മടക്കുക. അതായത് 2ആയിട്ട് മടക്കുക, 3ആയിട്ട് മടക്കുക, 4ആയിട്ട് മടക്കുക. അങ്ങനെ മടക്കി മുകളിൽ ഇതുപോലെ ഒരു ക്ലൗഡ് ഷേപ്പ് വരച്ചു കൊടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കുറേ പേജസ് ആയിട്ട് കിട്ടും. പിന്നെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതും കൂടെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഒന്ന് സ്റ്റാപ്പിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നോട്ട് പാഡ് റെഡിയായി. നെക്സ്റ്റ് നോട്ട് പാഡ് ഉണ്ടാക്കാനായിട്ട് ഇത് 5 × 5 സെൻറ്റിമീറ്ററിലാണ് ഞാൻ മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ 5 × 5 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ പേപ്പർ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ മുകളിൽ ഔട്ടർ കവർ ചെയ്ത അതേ സെയിം ഡിസൈൻ തന്നെ ചെയ്ത് കൊടുക്കുക. ലെങ്ത് വൈസും ബ്രെഡ്ത്ത് വൈസും വരച്ചു കൊടുക്കുക. അപ്പോൾ കളർ ഡിഫറൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഡാർക്ക് ഗ്രീൻ ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ആ സാധനം ബാക്കിൽ വെച്ചിട്ട് ഇത് ഫ്രണ്ടിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത നോട്ട് പാഡ് ഉണ്ടാക്കാൻ വേണ്ടി സെയിം മെഷർമെൻറ്റിൽ പേപ്പർ തന്നെ എടുക്കുക. അറ്റത്ത് ഇതേപോലെ ഒന്ന് ബോർഡർ പോലെ വരച്ചു കൊടുക്കുക. നടുവിൽ ബ്ലാക്ക് പെൻ യൂസ് ചെയ്ത് ഇതുപോലെ ചെറിയ ചെക്സ് വരച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ നോട്ട് പാഡ് റെഡിയായി. അതൊന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത് നമുക്ക് ഈ ചെറിയ സംഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 5 × 2.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ മാർക്ക് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ പോൾക്കാ ഡോട്ട്സ് പോലെ അവിടെ ഇവിടെയും കുത്തിട്ടുള്ള ഡിസൈനാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. പിന്നെ വേറൊരു ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് 4 എണ്ണം ഒന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ നോട്ട് പാഡ്സ് റെഡിയായി. നെക്സ്റ്റ് നമ്മുടെ ടു ഡു ലിസ്റ്റ് ആണ്. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 10 × 7 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റിൽ കട്ട് ചെയ്യുക. സൈഡിൽ ഇതേപോലെ ഒരു വേവ് പാറ്റേൺ വരച്ചു കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നടുവിൽ നമ്മൾ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നോർമൽ ബ്ലാക്ക് പെൻ യൂസ് ചെയ്ത് ടു ഡു ലിസ്റ്റ് എന്ന് കൊടുത്ത് കുറച്ച് ടിക്ക് ചെയ്യാനുള്ള ബോക്സസും ലൈൻസും ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടു ഡു ലിസ്റ്റ് റെഡിയായി. പിന്നെ എല്ലാം ഒന്ന് ഒരുമിച്ചാക്കി ഒന്ന് സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ നോട്ട് പാഡ്സ് എല്ലാം റെഡിയായി. അപ്പോൾ എല്ലാ നോട്ട് പാഡ്സും സെറ്റായി. ഇനി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ച സമയത്താണ് ഞാൻ ആലോചിച്ചത് പോക്കറ്റ് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയില്ലല്ലോ എന്നും. അപ്പോൾ നമ്മളൊരു പോക്കറ്റും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ട് ഒരു A4 ഷീറ്റ് എടുക്കുക. ഇതേപോലെ മെഷർമെൻറ്റ് എടുക്കുക. ഞാൻ കറക്റ്റായിട്ട് മെഷർ ചെയ്തൊന്നും നോക്കിയില്ല. ജസ്റ്റ് താഴെ ഒരു ക്ലൗഡ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു ക്ലൗഡ് വെച്ചിട്ട് നമുക്ക് എത്രയാണോ വരേണ്ടതെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്യുക. പിന്നെ സൈഡിൽ 1 സെൻറ്റിമീറ്റർ വെച്ച് ഇതുപോലെ ഒന്ന് വിടുക. സൈഡിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു പോക്കറ്റ് കിട്ടും. ഈ എക്സ്ട്രാ ആയിട്ട് വിട്ടിട്ടുള്ള ഭാഗത്ത് പശ തേച്ച് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുക എന്താ എവിടെ വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് ഈ ഒരു റൈറ്റ് സൈഡും 4 ചെറുത് ഇവിടെ
മീഡിയം സൈസ് ഇങ്ങനെയും മുകളിൽ പോക്കറ്റ് താഴെ ക്ലൗഡ്, ഈ ഒരു ഡിസൈനിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ഫെവി സ്റ്റിക്ക് എടുക്കുക, എല്ലാം അങ്ങോട്ട് പശ തേച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ സംഭവം സെറ്റായി. ഇത് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് കവായി സ്റ്റിക്കേഴ്സും കൂടെ ഉണ്ടാക്കാന്നുള്ളത്. ആരും പേടിക്കണ്ട, കവായി സ്റ്റിക്കേഴ്സിൻ്റെ ലോങ് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് ദാറ്റ് പിൻട്രസ്റ്റ് എങ്ങനെ ഉപയോഗിക്കണം, ഫോട്ടോ കോപ്പി ആപ്പ് എങ്ങനെ ഉപയോഗിക്കണം, പിന്നെ ഞാൻ ഏത് സ്കെച്ചാണ് ഉപയോഗിക്കുന്നത്, എല്ലാ ഡീറ്റെയിൽസും കൂടെ ചേർന്നിട്ടുള്ളൊരു ലോങ് വീഡിയോ വരുന്നുണ്ട്. നെക്സ്റ്റ് വെനസ്ഡേ ഞാൻ പോസ്റ്റ് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കുക. ഉച്ചയാകുമ്പോൾ ചെയ്യാനിരുന്നതാണ്. സമയം നോക്കിക്കഴിഞ്ഞപ്പോൾ 6:50 ഏകദേശം. അപ്പം ഞാൻ നല്ല മെനക്കെട്ട് ചെയ്തൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു 2 സെക്കൻഡ് എടുത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇടുന്നൊരു എഫേർട്ടിന് നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടുന്ന സമയത്ത് വീണ്ടും നല്ല നല്ല ക്രാഫ്റ്റ് കൊണ്ടുവരാനും ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര മോട്ടിവേഷനായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സ്റ്റിക്കേഴ്സൊക്കെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് മടക്കിയതിന് ശേഷം പുറത്തൊട്ടിക്കാനായിട്ട് ഞാൻ വലിയ 2 സ്റ്റിക്കേഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സ്റ്റിക്കേഴ്സ് ആയിരുന്നു ഈ ഒരു പൂച്ചയുടെ ഈ ഒരു കവായി ഗേളിൻ്റെ. എന്തോ ഭയങ്കര ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ പൂച്ച വലിച്ചൂരി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി ഒന്ന് കീറിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തട്ടിമുട്ടി അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു ലോക്ക് പോലെ സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലൊരു പേപ്പർ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ബാക്കിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇത് ആ ലോക്ക് ഒന്ന് പ്ലേസിൽ നിൽക്കാനായിട്ട് ഇതുപോലൊരു പേപ്പർ ഒട്ടിച്ചു കൊടുത്താൽ അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കവായി ഫോൾഡിംഗ് നോട്ട്ബുക്ക്. ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും കമൻസിലൊന്ന് പറയുക. ഇനി ഭാവിയിൽ ഏത് വീഡിയോ വേണം, ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഒന്ന് പറയാം. അപ്പോൾ എൻ്റെ എഫേർട്ടിന് വേണ്ടിയിട്ട് ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്യാം. ബൈ ഗൈസ്.